നമസ്തേ. 3/5/2025 ശനിയാഴ്ചത്തെ നക്ഷത്രഫലമാണ് നോക്കുന്നത്. അതിനു മുമ്പ് ഒരു ഹരിത എന്ന് പറയുന്ന കുട്ടിയുടെ പിറന്നാളാണ്, മേടമാസത്തിലെ കാർത്തിക എന്ന് പറഞ്ഞ് ഇന്നലെ കമൻറ്റ് ചെയ്തിരുന്നു. ഞാനത് കണ്ടു. പിറന്നാൾ ആശംസകൾ. അതോടൊപ്പം ഞാൻ ഇന്ന് പൂജയ്ക്ക് കയറിയപ്പോൾ പ്രത്യേകം അവരെ മനസ്സ് വിചാരിക്കുകയും ചെയ്തിട്ടുണ്ട്. കമൻറ്റ് നാളും ഒരു കമൻറ്റ് ചെയ്യുന്നവരെ അതനുസരിച്ച് മനസ്സിൽ കരുതിക്കൊണ്ട് പൂജയ്ക്ക് കയറുമ്പോൾ ചെയ്യാറുമുണ്ട്. അപ്പോൾ ആ കുട്ടിക്ക് ഒരിക്കൽ കൂടി പിറന്നാൾ ആശംസ. ഇനി നിങ്ങളെല്ലാവരും ഇതൊന്ന് ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുകയൊക്കെ ചെയ്യുക. കാരണം നിങ്ങൾ നൽകുന്ന ഷെയറും കമൻറ്റൊക്കെയാണ് ഇത് ദിവസവും ഇങ്ങനെ ചെയ്യാൻ വേണ്ടി പ്രേരിപ്പിക്കുന്നത്. ഇതിൻ്റെ പുറകിൽ കുറേ അധികം പണിയുണ്ട്. വെറുതെ വന്നിരുന്ന് പറയല്ല, എഴുതി തയ്യാറാക്കി കൊണ്ടുവന്നാണ് ഓരോ കാര്യങ്ങളും പറയുന്നത്. അതുകൊണ്ടത് ഇത് എളുപ്പമുള്ള കാര്യമല്ല എന്ന് മനസ്സിലാക്കുക. അപ്പോൾ ഇതിൻ്റെ പുറകിൽ അധ്വാനമുണ്ട്. അപ്പം അത് മനസ്സിലാക്കി നിങ്ങളതനുസരിച്ച് കമൻറ്റ് ഷെയറൊക്കെ ചെയ്താലാണ് ഇതിങ്ങനെ നിലനിന്ന് പോവുള്ളൂ എന്ന് മനസ്സിലാക്കുക. ഇനി വ്യക്തിപരമായ ഫലങ്ങൾ അറിയണമെന്നുള്ളവർക്ക് ഇതിൽ കാണുന്ന എൻ്റെ വാട്സാപ്പ് നമ്പറാണ്. അതിലേക്ക് നിങ്ങളുടെ ഡീറ്റെയിൽ മെസ്സേജ് ചെയ്യുക. അതിനൊരു ഫീസ് ഉണ്ടായിരിക്കും. ഇനി നമുക്ക് ഫലത്തിലേക്ക് വരാം. മേടം രാശി അശ്വതി, ഭരണി, കാർത്തിക ആദ്യ കാൽഭാഗം. മേടം രാശിയെ മേടം കൂറുകാരെ സംബന്ധിച്ചിടത്തോളം ദോഷകരമായ ഒരു ദിവസം തന്നെയാണ് 3/5/2025 ശനിയാഴ്ച. ഒരു ആത്മവിശ്വാസക്കുറവ് എല്ലാ കാര്യത്തിലും ഉണ്ടാകും. അലസതയായിരിക്കും. പൊതുവെ ആരോഗ്യം അത്ര മേന്മയുള്ളതായിരിക്കില്ല. ഉഷ്ണരോഗങ്ങൾ മൂലമൊക്കെ പ്രയാസങ്ങളുണ്ടാകും. പൊള്ളലുണ്ടാകാനുള്ളൊരു സാധ്യതയുണ്ട്. പൊതുവെ പ്രതിരോധ ശക്തി കുറവ് അനുഭവപ്പെടും. മനസ്സും ഒരു സ്വസ്ഥമായിരിക്കില്ല. ആവശ്യമില്ലാത്ത ചിന്തകൾ മൂലം മനസ്സ് ആവശ്യമില്ലാതെ അസ്വസ്ഥമാകുന്ന ഒരു ദിവസമായിരിക്കും. ആസ്മ, അതുപോലെ മാനസിക പ്രയാസങ്ങളൊക്കെ ഉള്ള അസുഖങ്ങളൊക്കെ ഉള്ളവർക്ക് അത് ഒരു അനുകൂലമായ ദിവസമായിരിക്കില്ല. ഇത് മാതൃപിതൃസ്ഥാനീയർ അനുകൂലമല്ല. ബുദ്ധിപൂർവം വേണ്ട കാര്യങ്ങളൊന്നും ചെയ്യാനും കഴിയില്ല. അഭിപ്രായ സ്ഥിരതയും കുറവായിരിക്കും ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോഴും. അപ്പോൾ ഇതൊക്കെ മനസ്സിലാക്കിയിട്ട് ഇതൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ ബോധപൂർവം ശ്രമിച്ച് മുന്നോട്ട് പോവുകയാണ് ചെയ്യേണ്ടത്. ഈ നക്ഷത്രഫലം അതിനു വേണ്ടിയാണ്. അത് മനസ്സിലാക്കണം. ഞാനിത് എല്ലാ തവണയും എടുത്ത് പറയണത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ, ദോഷമാണ് എന്ന് കേൾക്കാനല്ല ഈ നക്ഷത്രഫലം നിങ്ങൾ കേൾക്കുന്നത്. ദോഷമാണ് എങ്കിൽ ആ ദോഷം വരാതിരിക്കാൻ വേണ്ടി ബോധപൂർവം ശ്രമിക്കുന്നതിന് വേണ്ടിയാണ് ഓരോരുത്തരും നക്ഷത്രഫലം കേൾക്കേണ്ടത്. അല്ലാണ്ട് ദോഷമാണെന്ന് കേൾക്കാനാണ് ഇപ്പോൾ നക്ഷത്രഫലം കേൾക്കണം. അതിപ്പോൾ ദോഷമായാലും ശുഭമായാലും വരും എന്നാണെങ്കിൽ നക്ഷത്രഫലം കേൾക്കണോ? വേണ്ട. നമുക്ക് ദോഷങ്ങൾ വരാതിരിക്കാൻ വേണ്ടി ഈ ദോഷം പറഞ്ഞിരിക്കുന്ന സമയങ്ങളിൽ ഈശ്വര ജപം നടത്തുക, ക്ഷേത്ര ദർശനം നടത്തുക, അങ്ങനെ നമ്മളെക്കൊണ്ട് കഴിയുന്ന കാര്യങ്ങളൊക്കെ ചെയ്യുക. അതുപോലെ മനസ്സ് ശാന്തമല്ല എന്ന് പറയുന്ന, അശാന്തമാകുന്ന ദിവസമാണെന്ന് പറയുന്ന ദിവസം മനസ്സിനെ ശാന്തമാക്കാൻ ബോധപൂർവം ശ്രമിക്കുക. മനസ്സ് അനാവശ്യമായ ചിന്തകളാൽ നിറയുമ്പോൾ നല്ല ചിന്തകളെ ഒന്ന് മനഃപൂർവ്വം ബോധപൂർവം കൊണ്ടുവരിക. ഇങ്ങനെയൊക്കെ ചെയ്യാൻ വേണ്ടിയാണ് ഈ നക്ഷത്രഫലം പറയുന്നത് എന്ന് മനസ്സിലാക്കണം കേട്ടോ. അപ്പോൾ അങ്ങനെ ചെയ്ത് മാറ്റം വരുത്തണം. മനസ്സ് അസ്വസ്ഥമാകുന്ന ദിവസം കൂടെയാണ് മേടൻ രാശിക്കാർക്ക്. അതേപോലെ സഹോദരസ്ഥാനീയരൊന്നും അനുകൂലമല്ല. ശത്രുക്കൾ മൂലമുള്ള ദോഷമുണ്ടാകും. ഭൂമി സംബന്ധമായ കാര്യങ്ങളിൽ കലഹങ്ങളും അഭിപ്രായ വ്യത്യാസങ്ങളുമൊക്കെ ഉണ്ടാകാം. ചിലപ്പോൾ കേസുകളൊക്കെ ഉണ്ടാകാനുള്ളൊരു സാധ്യതയുണ്ട്. കടബാധ്യത വരാനുള്ളൊരു സാധ്യതയുണ്ട്. ബന്ധുക്കളും സുഹൃത്തുക്കളൊന്നും അനുകൂലമല്ല. വാക്കുകൾ അത്ര അനുകൂലമായിരിക്കില്ല. അതുകൊണ്ട് പ്രത്യേകം വാക്കുകൾ ശ്രദ്ധിക്കണം. വാക്കുകൾ മൂലം ചില പ്രയാസങ്ങൾ ഉണ്ടാകുന്ന ദിവസം കൂടെയാണ്. സാമ്പത്തികമായ നേട്ടങ്ങളുണ്ടാവും. ജീവിത പങ്കാളി പൊതുവെ അനുകൂലമായിരിക്കും.
തൊഴിൽ മേഖലയിൽ പല പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളുമൊക്കെ ഉണ്ടാകും. തൊഴിൽ മേഖല അനുകൂലമല്ലാത്തൊരു കാലഘട്ടമാണ്. ഇപ്പോൾ ജാതകത്തിലെ 10ാം ഭാവം കൂടെ പരിശോധിച്ച് വേണ്ട പരിഹാരങ്ങളൊക്കെ ലളിതമായി കഴിയുന്ന യഥാശക്തി ചെയ്യുന്നതും ഇവർക്ക് നന്നായിരിക്കും. ഇടവം രാശി കാർത്തിക അവസാന 3/4 ഭാഗം, രോഹിണി മകീരം ആദ്യ പകുതി ഭാഗം. ഇടവം രാശി. ഇടവം രാശിക്ക് ശുഭകരമായ ഒരു ദിവസമാണ്. ആരോഗ്യം അത്ര മേന്മയുള്ളതല്ല. കുറച്ച് നാളത്തേക്കും കൂടെ ദഹനക്കുറവ് മൂലമുള്ള പ്രശ്നങ്ങൾ, ഒരു പ്രതിരോധ ശക്തി കുറവൊക്കെ ഉണ്ടാവും. ഒരു ആത്മവിശ്വാസക്കുറവ് പൊതുവെ അനുഭവപ്പെടും. അലസരമായിരിക്കും. എന്നാൽ മനസ്സ് പൊതുവെ അനുകൂലമാണ്. മാതൃസ്ഥാനീയർ അനുകൂലമാണ്. ബുദ്ധി വേണ്ട രീതിയിൽ പ്രവർത്തിക്കും. അഭിപ്രായ സ്ഥിരതയോടുകൂടി കാര്യങ്ങളൊക്കെ ചെയ്യാൻ കഴിയും. സഹോദര സ്ഥാനീയരൊക്കെ അനുകൂലമാണ്. ശത്രുക്കൾ മൂലമുള്ള ദോഷം കുറയുന്ന ദിവസമാണ്. മിത്രങ്ങൾ കൂടുതൽ പുതിയ സുഹൃത്തുക്കളെയൊക്കെ സൃഷ്ടിക്കാനും ശത്രുക്കളായിരുന്നവരെ മിത്രമാക്കാനുമൊക്കെ ഈ ദിവസം ഉപയോഗിക്കാം. കടബാധ്യത കുറച്ചു കൊണ്ടുവരാനായിട്ട് കഴിയും. ബന്ധുക്കളും സുഹൃത്തുക്കളൊക്കെ അനുകൂലമായിരിക്കും. വിദ്യാർത്ഥികൾക്ക് അനുകൂലമാണ്. ധനപരമായി ചില നഷ്ടങ്ങളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ജീവിത പങ്കാളിക്ക് മേന്മയുള്ള ദിവസമാണ്. അതുപോലെ ജീവിത പങ്കാളി അനുകൂലമായ ദിവസമാണ്. തൊഴിൽ മേഖലയിൽ ഇടവം രാശിക്കാർക്ക് മേന്മ ഉണ്ടാക്കാവുന്ന ദിവസവും ആണ്. മിഥുനം രാശി കഠിന ദോഷമാണ്. ഈ കഠിന ദോഷം എന്ന് കേൾക്കുമ്പോൾ പേടിക്കൊന്നും വേണ്ട. അത് വേണ്ട രീതിയിൽ നാമജപാതി കാര്യങ്ങൾ ചെയ്താൽ മതി. ആ ദോഷങ്ങൾ മാറുക തന്നെ ചെയ്യും. മിഥുനം രാശിക്ക് ആരോഗ്യം പുറവെ അനുകൂലമായിരിക്കും. ആത്മവിശ്വാസമൊക്കെ ഉണ്ടാവും. അലസതയില്ലാതെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ കഴിയും. എന്നാൽ മനസ്സ് അത്ര അനുകൂലമല്ല. അനാവശ്യമായ ചിന്തകൾ മൂലം മനസ്സ് അസ്വസ്ഥമായിരിക്കും. ആവശ്യമില്ലാത്ത പ്രശ്നങ്ങൾ ഈ മനസ്സിൻ്റെ അസ്വസ്ഥത മൂലം ഉണ്ടാകും. അപ്പോൾ ഈ മനസ്സ് അസ്വസ്ഥമാകുന്നു എന്ന് പറഞ്ഞാൽ ഉടൻ അത് ദോഷമാണ്. മനസ്സ് അസ്വസ്ഥമാകും എന്ന് വിചാരിച്ച് നിൽക്കുകയല്ല ചെയ്യുക. മനസ്സിലേക്ക് അസ്വസ്ഥമായി വരുന്ന ചിന്തകളെ മാറ്റിയിട്ട് നല്ല ചിന്തകളെ മനഃപൂർവ്വം കൊണ്ടുവരാൻ ശ്രമിക്കണം. ചിലരോടൊക്കെ ഇങ്ങനെ ദേഷ്യമൊക്കെ തോന്നും മനസ്സിൽ. അപ്പോൾ ആ ദേഷ്യത്തൊക്കെ മാറ്റിയിട്ട് നല്ല ചിന്തകൾ കൊണ്ടുവരാൻ ശ്രമിക്കണം. നമുക്ക് മറ്റുള്ളവരുടെ ദേഷ്യം വന്നിട്ട് യാതൊരു കാര്യമില്ല. കാരണം മറ്റുള്ളവർക്ക് നമ്മുടെ ദേഷ്യം വന്നാൽ പ്രശ്നമാണ്. പക്ഷെ നമുക്ക് ആ മറ്റുള്ളവരുടെ ദേഷ്യം വരുന്നതെങ്കിൽ നമ്മുടെ മനസ്സ് വെറുതെ അസ്വസ്ഥമാക്കാമെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ നമുക്കായിരിക്കും പലപ്പോഴും മറ്റുള്ളവരുടെ ദേഷ്യം വരിക. പല ഘട്ടത്തിലും മറ്റുള്ളവർക്ക് നമ്മളോടായിരിക്കില്ല. നമ്മുടെ പ്രവൃത്തികൾ, നമ്മുടെ വാക്കുകളൊക്കെ ആയിരിക്കും മറ്റുള്ളവർ നമ്മളോട് ദേഷ്യപ്പെടാൻ കാരണമാകുന്നത്. അപ്പോൾ അത് മനസ്സിലാക്കി വാക്കുകൾ മനസ്സുമൊക്കെ വളരെ നിയന്ത്രിക്കുക. വാക്കുകൾ വളരെ നല്ല രീതിയിൽ ഉപയോഗിക്കാൻ കഴിയുന്ന ഒരു ദിവസമാണ്. സഹോദര സ്ഥാനീയരൊന്നും അനുകൂലമല്ല. ശത്രുക്കൾ മൂലമുള്ള ദോഷമുണ്ടാകും. കടബാധ്യത വരാനുള്ളൊരു സാധ്യതയുണ്ട്. മറ്റുള്ളവരുമായി കലഹമുണ്ടാകും. ആസ്മ, മാനസിക അസ്വസ്ഥ ഇങ്ങനെയൊക്കെയുള്ളവർ വളരെയധികം ശ്രദ്ധിക്കണം. മാതൃസ്ഥാനീയർ അത്ര അനുകൂലമൊന്നുമല്ല. എന്നാൽ പിതൃസ്ഥാനീയർ അനുകൂലമായിരിക്കും. ബന്ധുക്കളും സുഹൃത്തുക്കളും അനുകൂലമായിരിക്കും. വിദ്യാർത്ഥികൾക്ക് അനുകൂലമാണ്. ധനപരമായി ചില നഷ്ടങ്ങളൊക്കെ മിഥുനം രാശിക്കാർക്ക് ഉണ്ടാകുന്ന ദിവസമാണ്. കഫരോഗമുള്ളവർ ശ്രദ്ധിക്കണം. മക്കളുമായി ചില അഭിപ്രായ വ്യത്യാസങ്ങളും കലഹങ്ങളും ഒക്കെ ഉണ്ടാവാം. പ്രത്യേകിച്ച് ധനപരമായ കാര്യങ്ങൾ ചർച്ച ചെയ്യുമ്പോൾ വളരെ ശ്രദ്ധ മിഥുനം രാശിക്കാർ കൊടുക്കണം. അതുപോലെ തൊഴിൽ രംഗത്തൊട്ടും അനുകൂലമല്ല. തൊഴിൽ രംഗത്ത് മറ്റുള്ളവരുടെ ഇടപെടലുകൾ പ്രശ്നങ്ങളുണ്ടാക്കും. മേലുദ്യോഗസ്ഥരും അത്ര മേന്മയുള്ളവരായിരിക്കില്ല. സ്ത്രീ തൊഴിലാളികളുമായിട്ട് അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാകാതിരിക്കാനും, പുരുഷന്മാരാണെങ്കിൽ അങ്ങനെയും സ്ത്രീകളാണെങ്കിൽ പുരുഷന്മാരുമായിട്ടും അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാതിരിക്കാൻ പ്രത്യേകം ഈ ദിവസം ശ്രദ്ധിക്കുക. ലഹരി പദാർത്ഥങ്ങൾ ഒരു കാരണവശാലും മിഥുന രാശിക്കാർ ഉപയോഗിക്കരുത്. കാരണം അവർക്ക് കഠിന ദോഷമുള്ള സമയമാണ്. അപ്പോൾ ഈ ലഹരി പദാർത്ഥങ്ങളൊക്കെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ അത് കൂടുതൽ ദോഷങ്ങൾ ഉണ്ടാക്കുകയുള്ളൂ. അപ്പോൾ ദോഷങ്ങളുണ്ട് എന്ന് പറയുമ്പോൾ ഇങ്ങനെ ദോഷങ്ങൾ ഉണ്ടാകാനുള്ള സാഹചര്യങ്ങളെ കൂടെ നമ്മൾ ഒഴിവാക്കണം. ഈ നക്ഷത്രഫലങ്ങളൊക്കെ നമ്മുടെ പൂർവികർ നമുക്ക് നൽകിയിട്ടുള്ളത് ഇതിനു വേണ്ടിയാണ്. ബോധപൂർവം ഈ കാര്യങ്ങൾ മനസ്സിലാക്കുകയും അപകടങ്ങളിൽ ചെന്ന് വീഴാതിരിക്കാനും നമുക്ക് ഭഗവാൻ ഒരു ബുദ്ധി കൂടി തന്നിട്ടുണ്ട്.
മറ്റുള്ളവർക്കൊന്നും ഇല്ലാത്തതാണ് മനുഷ്യർക്ക് എന്നുള്ള ബുദ്ധി. ആ ബുദ്ധി ഉപയോഗിച്ച് നമ്മുടെ ദോഷങ്ങളെ പരിഹരിച്ച് മുന്നോട്ട് പോകാൻ വേണ്ടിയാണ് ഈ നക്ഷത്ര ഫലങ്ങളൊക്കെ നമ്മുടെ ആചാര്യന്മാർ നമുക്ക് തന്നിട്ടുള്ളത്. അതുകൂടെ മനസ്സിലാക്കണം നിങ്ങൾ. ഇത് വെറുതെ കേട്ടിട്ട് കാര്യമില്ല എന്ന് ഞാൻ ഈ പറഞ്ഞതിൻ്റെ അർത്ഥം. അതുകൊണ്ട് ലഹരി പദാർത്ഥങ്ങളൊന്നും ഉപയോഗിക്കാതെ ഈ ദിവസത്തെ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് മിഥുന രാശിക്കാർ ശ്രദ്ധിക്കുക. കർക്കിടകം, പുണർദം അവസാന കാൽഭാഗം, പൂയം, ആയില്യ നക്ഷത്രം. കർക്കിടകൂറുകാർക്ക് ശുഭകരമാണ്. ആരോഗ്യവും മനസ്സുമൊക്കെ അനുകൂലമായിരിക്കും. പൊതുവെ ഒരു ആത്മവിശ്വാസമൊക്കെ ഉണ്ടാവും. സംശയമൊന്നുമില്ലാതെ കാര്യങ്ങൾ ചെയ്തു തീർക്കാനായിട്ട് കഴിയും. അലസത ഉള്ള ഒരു സമയമൊന്നും ആയിരിക്കില്ല. അതേപോലെ പൊതുവെ ഒരു ഐശ്വര്യമൊക്കെ ഉള്ള ഒരു സമയമൊക്കെ ആയിരിക്കും. മനസ്സ് വേണ്ട രീതിയിൽ പ്രവർത്തിക്കും. അതുകൊണ്ട് തന്നെ ബുദ്ധിയും അനുകൂലമായിരിക്കും. മാതൃപിതൃസ്ഥാനീയരൊക്കെ അനുകൂലമാണ്. അഭിപ്രായ സ്ഥിരതയോടുകൂടി തൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്തു തീർക്കാനായിട്ട് ഒന്ന് ശ്രദ്ധിച്ചാൽ ഇവർക്ക് കഴിയും. സഹോദര സ്ഥാനീയർ അത്ര അനുകൂലമല്ല. ശത്രുക്കൾ മൂലമുള്ള ദോഷമുണ്ടാകാനുള്ളൊരു സാധ്യതയുണ്ട്. പൊതുവെ വാക്കുകൾ വളരെയധികം ശ്രദ്ധിക്കണം. വാക്കുകൾ മൂലം ചില കലഹങ്ങളും പ്രയാസങ്ങളും കർക്കിടക രാശിക്കാർക്ക് ഉണ്ടാവും. അപ്പോൾ ഈ കലഹങ്ങളുണ്ടാവും. വാക്കുകൾ വളരെയധികം ശ്രദ്ധിക്കണം എന്നൊക്കെ പറയുമ്പോൾ അനുകൂലമല്ലാത്ത സംസാരങ്ങളൊക്കെയാണ് അവിടെ നടക്കണമെന്നുണ്ടെങ്കിൽ അവിടെ നിന്ന് മാറിപ്പോകാനായിട്ട് ശ്രമിക്കുക. അതിൽ ചെന്ന് നോക്കണ്ട. അല്ലെങ്കിൽ എവിടെയെങ്കിലും ഒരു കലഹങ്ങളോ ബഹളങ്ങളോ ഒച്ചയോ കേട്ടാൽ അവിടെ പോയി എത്തി നോക്കി അതെന്താണെന്ന് അറിഞ്ഞിട്ട് പ്രത്യേകിച്ച് ഗുണമൊന്നുമില്ല. അതുകൊണ്ട് അതിൽ പോയി എത്തി നോക്കാനും പോകണ്ട. കാരണം അതൊക്കെ പരിഹരിക്കാനായിട്ട് നേതാക്കന്മാരൊന്നും അല്ലല്ലോ ആളുകൾ. അങ്ങനെയൊക്കെയുള്ളവർക്ക് പരിഹരിക്കാൻ പറ്റില്ല. അത് അവരുടെ ഡ്യൂട്ടിയാണ് നേതാക്കന്മാർക്ക് പരിഹരിക്കുക എന്നുള്ളത്. അങ്ങനെയൊന്നും അല്ലാത്തവർ എവിടെയെങ്കിലും കലഹമൊക്കെ കണ്ടാൽ പോയി എത്തി നോക്കുകയും ചെയ്യരുത്. അതാണ് ഈ വാക്കുകളൊക്കെ അനുകൂലമല്ലാത്തവർ ശ്രദ്ധിക്കേണ്ടത്. അങ്ങനെയാണ്. അവിടെ ചെന്ന് എത്തി നോക്കി എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാലോ അവർക്ക് കൊടുക്കേണ്ട അടിയും കൂടെ ഇവർ വാങ്ങിച്ചിട്ട് വരും. ഇല്ലേ? അതുണ്ടാവാതിരിക്കണം. പിടിച്ചു മാറ്റാനൊക്കെ പോകുന്ന ആളുകളാണ് ചവിട്ടുകൊണ്ടും ഒക്കെ മരിക്കുന്നത്. നമ്മൾ വാർത്തകൾ കാണുന്നതല്ലേ. അതൊക്കെ ഇങ്ങനെ വരുന്ന പ്രശ്നങ്ങൾ ഇങ്ങനെയൊക്കെയുള്ള യോഗമുള്ളവർ ചെന്ന് വീഴുന്നതാണ്. അതുകൊണ്ട് അതൊക്കെ ശ്രദ്ധിക്കുക. യോഗത്തെ നമുക്ക് ബോധപൂർവം മാറ്റാമല്ലോ. ബാക്കിയൊക്കെ ഭഗവാൻ. അപ്പോൾ അതുകൊണ്ട് വാക്കുകളൊക്കെ വളരെ ശ്രദ്ധിച്ച് പറയാനായിട്ട് ശ്രദ്ധിക്കണം. ബന്ധുക്കളും സുഹൃത്തുക്കളും ഒന്നും അനുകൂലമായിരിക്കില്ല. ദൈവാധീനമുള്ളൊരു ദിവസമാണ്. എങ്കിലും ചില നഷ്ടങ്ങളൊക്കെ വരാം. ജീവിത പങ്കാളി അനുകൂലമാണ്. സാമ്പത്തികമായ കാര്യങ്ങളെ അനുകൂലമാക്കാൻ ശ്രമിച്ചാൽ നടക്കുന്ന ഒരു ദിവസം കൂടെയാണ്. നഷ്ടയോഗങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പോലും ജീവിത പങ്കാളിയും മക്കളുമൊക്കെ അനുകൂലമായിരിക്കും. പൊതുവെ കുടുംബത്തിൻ്റെ പിന്തുണ പല കാര്യങ്ങളിലും ഇവർക്ക് കിട്ടും. എന്നാൽ തൊഴിൽ മേഖലയിൽ ഒരു ബന്ധനം അനുഭവപ്പെടുന്ന സമയമാണ്. തൊഴിൽ മേഖലയിൽ കുറച്ച് പ്രയാസങ്ങളൊക്കെ ഉണ്ടാവും. തൊഴിൽ മേഖലയിൽ ശത്രുക്കൾ മൂലം തൊഴിൽ രംഗത്ത് ചില പ്രയാസങ്ങളൊക്കെ ഉണ്ടാവുന്ന ദിവസമാണ്. അതുകൊണ്ട് അത് ഒന്ന് ശ്രദ്ധിച്ച് മുന്നോട്ട് പോവുക. ചിങ്ങം രാശി, മകം, പൂരം, ഉത്രം, ആദ്യ കാൽഭാഗം. ചിങ്ങം രാശിക്കാർക്ക് കഠിന ദോഷമാണ്. ഈ കഠിന ദോഷം എന്ന് പറഞ്ഞാൽ നമുക്ക് ഭഗവാൻ ബുദ്ധി തന്നിട്ടുള്ളത് ദോഷമാണെന്ന് പറഞ്ഞാൽ എന്നാൽ പിന്നെ അത് വന്നോട്ടെ എന്ന് പറയാനല്ല. ആ ദോഷം വരാതിരിക്കാൻ വേണ്ടി ബോധപൂർവം ശ്രമിക്കാനാണ്. അപ്പോൾ നമുക്ക് ഏതൊക്കെ ഭാഗങ്ങളിലാണ് ദോഷം ഉണ്ടാകുന്നതെന്ന് കേട്ടാൽ അവിടെ ശ്രദ്ധിക്കുക. ചിങ്ങൻ രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ആരോഗ്യം അത്ര അനുകൂലമല്ല, മനസ്സും അനുകൂലമല്ല. അപ്പോൾ ആരോഗ്യ കാര്യങ്ങൾ അനുകൂലമല്ലാതെ വരുമ്പോൾ ഈ അസുഖങ്ങളൊക്കെ ഉള്ളവർ വളരെയധികം ശ്രദ്ധിക്കണം. അവർ വെറുതെ ആകരുത്. അവരുടെ അസുഖ കാര്യങ്ങളൊക്കെ അവർ ശ്രദ്ധിക്കണം. ആരോഗ്യ കാര്യങ്ങളൊക്കെ നിസ്സാരമായി തള്ളിക്കളയരുത് എന്നർത്ഥം. അപ്പോൾ ആരോഗ്യം അനുകൂലമല്ല. പൊതുവെ ഒരു ആത്മവിശ്വാസക്കുറവും അലസതയൊക്കെ ഉണ്ടാകും. അപ്പോൾ അലസത ഇല്ലാതിരിക്കാൻ ശ്രദ്ധിക്കുക. അതാണ്, അലസതയൊക്കെ ഉണ്ടാവും. ഒരു ഐശ്വര്യക്കുറവ് പൊതുവെ അനുഭവപ്പെടും. പ്രതിരോധ ശക്തി കുറവ് അനുഭവപ്പെടും. മനസ്സ് വേണ്ട രീതിയിൽ ചിങ്ങൻ രാശിക്കാർക്ക് പ്രവർത്തിക്കില്ല. ബുദ്ധിയും വേണ്ട രീതിയിൽ പ്രവർത്തിക്കില്ല. മാതൃപിതൃസ്ഥാനീയരൊന്നും അനുകൂലമായിരിക്കില്ല. ഇപ്പോൾ ഈ മാതൃപിതൃസ്ഥാനീയരൊന്നും അനുകൂലമല്ല എന്ന് പറയുമ്പോഴോ അവരോടൊക്കെ സംസാരിക്കണമല്ലോ. സംസാരിക്കാതിരിക്കാൻ പറ്റില്ലല്ലോ മാതൃപിതൃസ്ഥാനീയരോടൊക്കെ. അങ്ങനെ സംസാരിക്കുമ്പോൾ വളരെ മിതത്വം പാലിക്കുക. അവർ പ്രകോപനകരമായി പറഞ്ഞാലും അവരോടൊന്നും മിണ്ടണ്ട. അവരെന്തെങ്കിലും പറഞ്ഞോളട്ടെ, നമ്മളതിന് തിരിച്ച് മറുപടി പറഞ്ഞോളണമെന്നൊന്നുമില്ലല്ലോ. മാതൃപിതൃസ്ഥാനീയരുടെ മുമ്പിൽ ഒന്ന് തോറ്റു കൊടുത്തു എന്ന് വിചാരിച്ച് തല പോകുമൊന്നുമില്ല. കാരണം അവർ പറയുന്ന അതേ രീതിയിൽ തന്നെ മറുപടി പറഞ്ഞോളണം നിർബന്ധമൊന്നുമില്ല. അതുകൊണ്ട് ആ മാതൃപിതൃസ്ഥാനീയരോടൊക്കെ ഒന്ന്
സംസാരിക്കുമ്പോൾ വളരെ കരുതലൊക്കെ എടുക്കുക. അതാണ് അവരുടെ മാതൃസ്ഥാനീയർ അനുകൂലമല്ല എന്ന് പറയുമ്പോൾ നമ്മൾ ചെയ്യേണ്ടത്. അങ്ങനെ ശ്രദ്ധിക്കുക. അതേപോലെ സഹോദര സ്ഥാനീയർ അനുകൂലമല്ല, ശത്രുക്കൾ മൂലമുള്ള ദോഷമുണ്ടാകും. ഭൂമി സംബന്ധമായ കാര്യങ്ങൾ, പ്രശ്നങ്ങൾ, തർക്കങ്ങളൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട് ചിങ്ങക്കുറുകാർക്ക്. അപ്പോൾ സഹോദര സ്ഥാനീയരൊക്കെ ആയിട്ടാണ് അങ്ങനെ തർക്കങ്ങൾ ഉണ്ടാവണമെങ്കിൽ അവരോട് ഇപ്പോൾ തന്നെ തർക്കം പരിഹരിച്ച് മാറ്റിക്കളയാം എന്ന് വിചാരിച്ച് ചെല്ലേണ്ട. അത് 2 ദിവസം കഴിഞ്ഞാലും പരിഹരിക്കാവുന്ന കാര്യങ്ങളേ ഉള്ളൂ. ഈ സമയദോഷമൊക്കെ മാറിക്കഴിയുമ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പരിഹരിക്കാൻ കഴിയും. അങ്ങനെയൊക്കെ വിചാരിച്ചിട്ട് അതിനകത്ത് മാറുക. അപ്പോൾ ആ ദോഷങ്ങളെ കുറയും. അതുകൊണ്ട് അതിനാണ് ഈ ജ്യോതിഷം. അതേപോലെ വാക്കുകൾ നന്നായിട്ട് ഉപയോഗിക്കാൻ കഴിയും. ബന്ധുക്കളും സുഹൃത്തുക്കളും ഒക്കെ ഒരു പരിധി വരെ അനുകൂലമായിരിക്കും. കടബാധ്യത വരാതെ ഒന്ന് ശ്രദ്ധിച്ചാൽ ചിങ്ങൻ രാശിക്കാർക്ക് നന്നായിരിക്കും. ദൈവാധീനം കുറവുള്ള ഒരു കാലഘട്ടമാണിപ്പോൾ. ജീവിത പങ്കാളി പൊതുവെ അനുകൂലമായിരിക്കും. തൊഴിൽ മേഖലയിൽ വളരെ പ്രയാസങ്ങളുള്ള ഒരു സമയമാണ്. അതുമാത്രമല്ല കണ്ടകശനി കാലഘട്ടം കൂടെയാണല്ലോ. അപ്പോൾ അതിൻ്റെ ആ ദോഷങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ ജാതകം കൂടെ പരിശോധിപ്പിച്ചിട്ട് തൊഴിൽ ഭാവമൊക്കെ ഒന്ന് നോക്കണത് നന്നായിരിക്കും. തൊഴിലാളികളൊന്നും ഇവർക്ക് അത്ര അനുകൂലമല്ല. അതേപോലെ സഹപ്രവർത്തകരിൽ നിന്ന് ചിലപ്പോൾ ശത്രുതാപരമായ പെരുമാറ്റങ്ങളൊക്കെ ഉണ്ടാകാനുള്ളൊരു സാധ്യതയുമുള്ളൊരു കാലഘട്ടമാണിത്. അപ്പോൾ അത് ശ്രദ്ധിച്ച് മുന്നോട്ട് പോവുക. ലഹരി പദാർത്ഥങ്ങൾ ഒരു കാരണവശാലും ചിങ്ങൻ രാശിക്കാർ ഈ ദിവസം ഉപയോഗിക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക. അതൊക്കെ ഉപയോഗിച്ചിട്ട് വീട്ടിലേക്ക് ചെന്നാൽ വീട്ടിൽ പൊതുവേ കലഹം ഉണ്ടാകാൻ സാധ്യതയുണ്ടെങ്കിൽ അത് കൂടും. അതിൻ്റെ തൊഴിൽ മേഖലയിലും അശ്രദ്ധിച്ചു പോവുക. കന്നി ഉത്രം അവസാന 3/4 ഭാഗം, അത്തം ചിത്തിര ആദ്യ പകുതി ഭാഗം. കന്നിക്കൂറുകാർക്ക് ഒട്ടും അനുകൂലമല്ല. ആരോഗ്യ അനുകൂലമല്ല. ആത്മവിശ്വാസക്കുറവ്, അലസത, ഒരു പൊതുവേ ഉള്ളൊരു ഐശ്വര്യക്കുറവ്, അതേപോലെ ആരോഗ്യ സംബന്ധമായ ദഹനക്കുറവ്, ഉഷ്ണരോഗങ്ങൾ, പ്രതിരോധ ശക്തി കുറവൊക്കെ ഉണ്ടാകുന്ന ദിവസമാണ്. അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. അലസത ഒഴിവാക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. അലസത ഉണ്ടാക്കുന്ന സമയമാണ്. എന്നാൽ മനസ്സ് അനുകൂലമായിരിക്കും. അപ്പോൾ മനസ്സ് അനുകൂലമായതുകൊണ്ട് ബുദ്ധിയും മനസ്സൊക്കെ അനുകൂലമാണെങ്കിൽ പല കാര്യങ്ങളും അനുകൂലമാക്കാം ദോഷമുള്ളത്. അപ്പോൾ അത് ശ്രദ്ധിക്കുക. മാതൃസ്ഥാനീയർ അനുകൂലമാണെങ്കിൽ പിതൃസ്ഥാനീയർ പൊതുവെ അനുകൂലമായിരിക്കില്ല ഇവർക്ക്, കന്യരാശിക്കാർക്ക്. അതേപോലെ സഹോദര സ്ഥാനീയർ അനുകൂലമാണ്. ശത്രുക്കൾ മൂലമുള്ള ദോഷമൊന്നും കന്നിക്കൂറുകാർക്ക് വലിയ പ്രശ്നം ഉണ്ടാക്കുന്ന സമയമൊന്നുമല്ല. കടബാധ്യതയൊക്കെ ഒന്ന് കുറച്ച് കൊണ്ടുവരാൻ പറ്റും. മറ്റുള്ളവരുമായിട്ടുള്ള കലഹങ്ങളും അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊന്ന് പറഞ്ഞ് തീർത്ത് രമ്യതയിലാക്കാനും ഈ ദിവസം അനുകൂലമാണ് കർക്കിടക രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം. വാക്കുകളൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് ഉപയോഗിക്കുക. ബന്ധുക്കളും സുഹൃത്തുക്കളും ഞാൻ ആദ്യം പറഞ്ഞ പോലെ അനുകൂലമാണ്. ഒന്ന് ശ്രദ്ധിച്ച അവർ കൂടുതൽ അനുകൂലമാണ്. ധനപരമായ വലിയ ദോഷമില്ലാത്തൊരു ദിവസമായിരിക്കും. മക്കൾ പൊതുവെ അനുകൂലമായിരിക്കും. എന്നാൽ ജീവിത പങ്കാളിയുമായി കലഹവും അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ കുടുംബത്തിലൊരു കലഹം സാധ്യത ഉള്ള ഒരു സമയമാണ്. അത് ശ്രദ്ധിക്കുക. അതേപോലെ തൊഴിൽ മേഖല അത്ര മേന്മയുള്ളതല്ല. 7-ൽ ശനി സഞ്ചരിക്കുന്ന കാലമാണ്. എല്ലാ നിവൃത്തികൾക്കും പരിഹാരങ്ങൾക്കും, നിവൃത്തികൾ എന്ന് പറഞ്ഞാൽ പല കാര്യങ്ങളും നിവൃത്തി ഉണ്ടാകുക എന്നുണ്ടല്ലോ, അതിൻ്റെ ഒരു കാര്യങ്ങൾ ശരിയായ രീതിയിൽ നടക്കുക, അതിന് തടസ്സം വരുന്നൊരു സമയമാണ്. അപ്പോൾ അതുകൊണ്ട് ജാതകമൊക്കെ ഒന്ന് പരിശോധിപ്പിച്ച് അതും കൂടെ ഒന്ന് നോക്കുന്നത് നന്നായിരിക്കും. കുടുംബത്തിലെ കാര്യങ്ങൾ വളരെ കലഹമൊന്നും ഉണ്ടാവാതിരിക്കാനായിട്ട് ശ്രദ്ധിച്ച് പോകണം. ലഹരി പദാർത്ഥങ്ങൾ ഒരു കാരണവശാലും കന്നിക്കാർ ഉപയോഗിക്കാതിരിക്കാനും പ്രത്യേകം ശ്രദ്ധിക്കണം. ഇനി തുലാം രാശി. ചിത്തിര അവസാന പകുതി ഭാഗം, ചോതി വിശാഖം ആദ്യ 3/4 ഭാഗമാണ് തുലാം രാശി. തുലാം രാശിക്ക് ഗുണദോഷ സമ്മിശ്രമായൊരു ദിവസമാണ് 3/5/2025 ശനിയാഴ്ച. ആരോഗ്യകാര്യത്തിൽ അവർക്ക് ഒട്ടും അനുകൂലമല്ലാത്തൊരു ദിവസത്തിൽ കടന്നു പോകണം. അപ്പോൾ ജാതകത്തിലും ആരോഗ്യകരമായ, ജാതകത്തിലെ 6-ാം ഭാവാധിപൻ 6-ാം ഭാവത്തിൽ നിൽക്കുന്ന ഗ്രഹങ്ങൾ 6-ാം ഭാവത്തിലേക്ക് നോക്കുന്നവരൊക്കെ അനുകൂലമല്ലെങ്കിൽ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന കാലഘട്ടമാണിത്. അപ്പോൾ അതൊക്കെ പരിശോധിച്ചിട്ട് ആരോഗ്യ പ്രശ്നം ഉണ്ടാകുമോ എന്നൊക്കെ അറിഞ്ഞിട്ട് ആ രീതിയിൽ മുന്നോട്ട് പോകണം. അപ്പോൾ ആരോഗ്യകാര്യങ്ങളൊരു ശ്രദ്ധ വേണം. ആത്മവിശ്വാസക്കുറവും അലസതയും ഒക്കെ ഉണ്ടാകുന്ന സമയമാണ്. ഒരു ദഹനക്കുറവ്, ആഹാരമൊക്കെ വലിച്ചു വാരി കഴിക്കുന്ന അവസ്ഥ ഒഴിവാക്കണം. പൊതുവെ ഒരു പ്രതിരോധ ശക്തി കുറവൊക്കെ ഉണ്ടാവും. നേത്രരോഗങ്ങൾ ഉണ്ടാവും.
എന്നാൽ മനസ്സ് പൊതുവെ അനുകൂലമാക്കി നിർത്താൻ കഴിയുന്ന ഒരു ദിവസമാണ്. ബുദ്ധി വേണ്ട രീതിയിൽ പ്രയോഗിക്കാൻ കഴിയും. അപ്പം മനസ്സും ബുദ്ധിയും വേണ്ട രീതിയിൽ പ്രയോഗിക്കാൻ കഴിയുന്ന ഒരു ദിവസം ആയതുകൊണ്ട് ഒന്ന് ശ്രദ്ധിച്ച് ഒരല്പം ഈശ്വരാരാധനയൊക്കെ കൂടുതൽ നടത്തിയാൽ ഒരു പരിധി വരെ അത് വലിയ ദോഷങ്ങളില്ലാതെ ദിവസത്തെ ഗുണദോഷ സമ്മിശ്രമായ അവസ്ഥയിൽ കൊണ്ടുപോകാനായിട്ട് കഴിയും. പൊതുവെ ഇവർക്ക് ദൈവാധീന കുറവുള്ളൊരു ദിവസമാണല്ലോ. പൊതുവെ ഇപ്പോൾ കുറച്ചുകൂടെ ദൈവാധീന കുറവാണ്. അപ്പോൾ അങ്ങനെയുള്ളൊരു ദിവസം ആയതുകൊണ്ടാണ് നന്നായിട്ട് ദൈവാധീനം വരുത്തിയാൽ സമ്മിശ്രമായി പോകുമെന്ന് പറയുന്നത്. അല്ലെങ്കിൽ ദോഷകരമായിട്ട് തന്നെ ആയിരിക്കും പോവുക. ആസ്മ, മാനസിക അസ്വസ്ഥതയുള്ളവർ വളരെയധികം ശ്രദ്ധിക്കണം. സഹോദര സ്ഥാനീയരൊന്നും അനുകൂലമല്ല. ശത്രുക്കൾ മൂലമുള്ള ദോഷം ഉണ്ടാകും. കടബാധ്യത വർദ്ധിക്കും. മറ്റുള്ളവരുമായി കലഹം ഉണ്ടാകും. അതൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കണം. ബന്ധുക്കളും സുഹൃത്തുക്കളൊക്കെ അനുകൂലമായിരിക്കും. വിദ്യാർത്ഥികൾക്ക് മേന്മയുള്ള ദിവസമായിരിക്കും. ധനപരമായ കാര്യങ്ങളിൽ ചില നഷ്ടങ്ങൾ ഉണ്ടാകുന്ന സമയമാണ്. മക്കളൊന്നും അനുകൂലമല്ല. ജീവിത പങ്കാളിയും അനുകൂലമായിരിക്കില്ല. തൊഴിൽ മേഖലയിൽ നേട്ടങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്, ഉണ്ടാക്കാൻ കഴിയുന്ന കാലഘട്ടമാണ്. അപ്പോൾ ദൈവാധീനമൊക്കെ വർദ്ധിപ്പിച്ചിട്ട് അതിന് ശ്രദ്ധിക്കുന്ന ഒന്നായിരിക്കും. ഈ തുലാം രാശിക്കാരുടെ ജാതകത്തിലെ 10ാം ഭാവം അനുകൂലമാണോ എന്നൊക്കെ പരീക്ഷിച്ചിട്ട് നോക്കിയിട്ട് ജാതകം നോക്കി പരീക്ഷിച്ച് കഴിഞ്ഞിട്ട് അനുകൂലമല്ലെങ്കിൽ അതിന് വേണ്ട പരിഹാര കർമ്മങ്ങളൊക്കെ ചെയ്യുന്നത് നന്നായിരിക്കും. അനുകൂലമാണെങ്കിൽ അനുകൂലമാക്കുന്നതിന് നാമജപാതി കാര്യങ്ങളൊക്കെ വർദ്ധിപ്പിക്കുകയും ഈശ്വരാധീനം കൂട്ടുകയൊക്കെ ചെയ്യുക. അപ്പോൾ തൊഴിൽ മേഖല നന്നായിരിക്കും. ഇതൊക്കെ ചെയ്താൽ പൊതുവേ തൊഴിൽ മേഖല അനുകൂലമാണ്. തുലാം രാശിക്കാരെ സംബന്ധിച്ചുകൊണ്ട് അനുകൂലമാകുന്നൊരു കാലഘട്ടമാണ്. അപ്പോൾ അത് ശ്രദ്ധിച്ചു പോകുക ജീവിതത്തിൽ, അത് മേന്മയുള്ളതാക്കി മാറ്റാൻ. ഇനി വൃശ്ചികം രാശി. വിശാഖം അവസാന കാൽഭാഗം, അനിഴം, തൃക്കേട്ട. വൃശ്ചികം രാശിക്ക് ദോഷമാണ്. എല്ലാ കാര്യത്തിലും ഒരു ബുദ്ധിമുട്ട് വരുന്ന സമയമാണ്. കഠിനദോഷമല്ല എങ്കിലും ശരീരം അനുകൂലമാണ്. ആത്മവിശ്വാസമൊക്കെ ഉണ്ടാവും. അലസതയൊന്നും ഉണ്ടാവില്ല. പക്ഷേ മനസ്സ് ഒരു സ്വസ്ഥത ഉണ്ടാവില്ല. ആസ്മ, മാനസിക അസ്വസ്ഥതയൊക്കെ ഉള്ളവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. മാതൃസ്ഥാനീയർ അത്ര അനുകൂലമല്ല. എന്നാൽ പിതൃസ്ഥാനീയർ അനുകൂലമായിരിക്കും ചെയ്യും കേട്ടോ. മനസ്സിനെ ഒന്ന് കൺട്രോൾ ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. അനാവശ്യമായ ചിന്തകളിങ്ങനെ മനസ്സിൽ കയറി വരുമ്പോൾ നാമം ജപിക്കുകയോ മറ്റെന്തെങ്കിലും ചെയ്തിട്ട് അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാര്യങ്ങളിൽ ഏർപ്പെട്ടിട്ട് ആ മനസ്സിൻ്റെ അവസ്ഥകളെ മാറ്റണം. മറ്റുള്ളവരുടെ വെറുപ്പ്, ദേഷ്യം, വിദ്വേഷമൊക്കെ തോന്നുന്ന ഒരു സമയമാണ് വൃശ്ചിക രാശിക്കാർക്ക് മനസ്സുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ മനസ്സിലായി ശത്രുക്കളൊക്കെ കൂടുതലുണ്ടാവുക. നമുക്ക് ശത്രുത തോന്നുന്നവരായിരിക്കാം പലരും. അവർക്ക് നമ്മളോട് ശത്രുത ഉണ്ടായിക്കൊള്ളണമെന്നൊന്നുമില്ല. നമ്മുടെ മനസ്സിലങ്ങനെ തോന്നുന്നതായിരിക്കാം. അപ്പോൾ അവരോട് ചോദിച്ചാലേ നമുക്ക് അറിയാൻ പറ്റുള്ളൂ നിങ്ങൾക്ക് എന്നോട് ശത്രുത ഉണ്ടോയെന്ന്. നമുക്ക് ശത്രുവുള്ള തോന്നുന്ന ഒരാളോട് പോയിട്ട് ചോദിച്ചിട്ട് എനിക്ക് നിങ്ങളോട് ശത്രു തോന്നുന്നുണ്ട്, നിങ്ങൾക്ക് എന്നോട് തോന്നുന്നുണ്ടോ എന്ന് ചോദിക്കാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ പലപ്പോഴും നമ്മൾ തെറ്റിദ്ധാരണ പുറത്തായിരിക്കും ശത്രുതയൊക്കെ മനസ്സിൽ വയ്ക്കുന്നത്. അപ്പോൾ അങ്ങനെ ആരോടെങ്കിലുമൊക്കെ വിരുദ്ധോഷമൊക്കെ മനസ്സിൽ തോന്നുകയാണെങ്കിൽ അതിനെയൊക്കെ ഒന്ന് മാറ്റാൻ നാമജപമൊക്കെ കഴിയും. നല്ല ചിന്തകളെ നിറയ്ക്കാനായിട്ട് ശ്രദ്ധിക്കാം. അതിനു വേണ്ടിയാണ് നമുക്ക് ആചാര്യന്മാർ ഈ ജ്യോതിഷവും നക്ഷത്രഫലമൊക്കെ തന്നിട്ടുള്ളത്. ഇത് അതിൻ്റെ ശരിയായ അർത്ഥത്തിലല്ല പലരും ഉപയോഗിക്കുന്നത് കൊണ്ടാണ് ഇത് മോശമാവുന്നത്. അപ്പോൾ അങ്ങനെ നല്ല രീതിയിൽ ഇതിനെ ഉപയോഗിക്കാം. അതേപോലെ ഈ ആസ്മയൊക്കെ ഉള്ളവരൊന്ന് ശ്രദ്ധിക്കുക. സഹോദര സ്ഥാനീയരൊന്നും അനുകൂലമല്ല. ശത്രുക്കൾ മൂലമുള്ള ദോഷം ഉണ്ടാവും. ഈ സഹോദര സ്ഥാനീയരൊന്നും അനുകൂലമല്ല എന്ന് പറയുമ്പോൾ എന്താ ചെയ്യുക? സഹോദരന്മാരോടൊക്കെ അങ്ങനെയുള്ള സ്ഥാനീയരോടൊക്കെ സംസാരിക്കേണ്ടി വരുമ്പോൾ അവരൽപ്പം ദേഷ്യപ്പെട്ടാലും നമ്മൾ മിണ്ടാണ്ടിരിക്കുക. കാരണം നമ്മളിത് കേട്ടിട്ടുണ്ടല്ലോ. അപ്പോൾ അറിയാമല്ലോ നമുക്ക് സമയം അനുകൂലമല്ല എന്ന്. അപ്പോൾ നമ്മളും കൂടെ അതിനോടൊപ്പം ദേഷ്യപ്പെട്ടാൽ അവിടെ സമയം അനുകൂലമല്ലാത്തത് വെറുതെ ഒരു കലഹത്തിലോ അല്ലെങ്കിൽ വഴക്ക് കെട്ടിടോ തീരേണ്ടത് അടിയിലേ തീരുള്ളൂ. അപ്പോൾ അത് ഒഴിവാക്കാനായിട്ട് ശ്രമിക്കുക. അതിനാണ് ഇത് പറയുന്നത്. അപ്പോൾ അങ്ങനെ സഹോദര സ്ഥാനീയരൊക്കെ അനുകൂലമല്ലാത്തൊരു ദിവസമാണ് വൃശ്ചികക്കുറുകാരെ സംബന്ധിച്ചിടത്തോളം. ഭൂമി സംബന്ധമായ പ്രശ്നങ്ങൾ, ശത്രുക്കൾ മൂലമുള്ള ദോഷം, കടബാധ്യത, കലഹം ഇതൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. മുൻകോപത്തെ വളരെയധികം നിയന്ത്രിക്കണം. വാക്കുകളെ വളരെയധികം നിയന്ത്രിക്കണം. വാക്കുകൾ മൂലം പല പ്രശ്നങ്ങളും ഉണ്ടാകാൻ സാധ്യതയുള്ളൊരു ദിവസമാണ് വൃശ്ചികം രാശിക്കാർക്ക്. അതുകൊണ്ട് വാക്കുകളെ ഒന്ന് നിയന്ത്രിക്കുക. വാക്കുകൾ പ്രയോഗിക്കേണ്ടി വരുമെന്ന് അങ്ങനെ തോന്നുന്നതിനോട് മാറിപ്പോകാനെങ്കിലും ശ്രമിക്കുക. അങ്ങനെ ആ ദോഷം കുറയും. അപ്പോൾ നാമജപിക്കുകയൊക്കെ ചെയ്ത് മുന്നോട്ട് പോവുക. ദൈവാധീനം ഉള്ള ദിവസമാണ്. ജീവിത പങ്കാളി അനുകൂലമാണ്. മക്കളൊക്കെ അനുകൂലമാണ്. കുടുംബത്തിൻ്റെ പിന്തുണയൊക്കെ ഉണ്ടാവും. തൊഴിൽ മേഖല അത്ര അനുകൂലമല്ല വൃശ്ചിക രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം. പൂർവ്വ പുണ്യത്തിന് കുറവ് വരുന്നൊരു കാലഘട്ടം. ഇപ്പോൾ പൂർവ്വപുണ്യം എന്ന് പറഞ്ഞാൽ മുജ്ജന്മ പുണ്യം, അതല്ലെങ്കിൽ പൂർവ്വകാലങ്ങളിൽ നമ്മൾ ചെയ്തിട്ടുള്ള നല്ല കർമ്മങ്ങൾ കൊണ്ടുള്ള ഗുണം.
അങ്ങനെയൊക്കെ ഉള്ള ഒരു കാലങ്ങൾ അനുഭവിക്കുന്ന ഒരു കാലഘട്ടമായി ഇപ്പോൾ. അപ്പോൾ പൂർവ്വ പുണ്യത്തിന് കുറവ് വരുന്ന കാലഘട്ടം എന്ന് പറയുമ്പോൾ പൂർവ്വ പുണ്യത്തിൽ ദോഷങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഫലം അനുഭവിക്കുന്ന ഒരു കാലഘട്ടമായിരിക്കും. അപ്പോൾ ജാതകത്തിലും കൂടെ അങ്ങനെയാണെങ്കിൽ ദോഷം കൂടും. അപ്പോൾ അത് ശ്രദ്ധിച്ച് മുന്നോട്ട് പോവുക. തൊഴിൽ മേഖല അത്ര മേന്മയുള്ളതല്ല. ചില ബന്ധനങ്ങളൊക്കെ തൊഴിൽ മേഖലയിൽ ഉണ്ടാകാനുള്ളൊരു സാധ്യതയുണ്ട്. അതൊക്കെ ശ്രദ്ധിക്കുക. ധനുരാശി. മൂലം, പൂരാടം, ഉത്രാടം, ആദ്യ കാൽഭാഗം ധനുരാശി. ധനുരാശിക്ക് ദോഷമാണ്. ആരോഗ്യവും മനസ്സും അനുകൂലമല്ല. ഒരു ആത്മവിശ്വാസവും ഉണ്ടാവില്ല. അലസതയായിരിക്കും. വിളർച്ച, ദഹനക്കുറവ്, പിത്തസംബന്ധമായ അസുഖങ്ങളൊക്കെ പ്രശ്നങ്ങളുണ്ടാക്കാം. അതേപോലെ ആസ്മ, മാനസിക അസ്വസ്ഥ, ഇതൊക്കെ ഉള്ളവർ ശ്രദ്ധിക്കണം. മനസ്സും ബുദ്ധിയൊന്നും വേണ്ട രീതിയിൽ പ്രവർത്തിക്കില്ല. മാതൃസ്ഥാനീയരും പിതൃസ്ഥാനീയരും അനുകൂലമല്ല. എന്നാൽ അതേപോലെ സഹോദര സ്ഥാനീയർ അനുകൂലമല്ല. കുടുംബ ബന്ധങ്ങളിലൊക്കെ കുറച്ച് വിള്ളലുകൾ വരാൻ സാധ്യതയുള്ളൊരു ദിവസമാണ്. കടബാധ്യത വരാം. ശത്രുക്കൾ മൂലമുള്ള ദോഷം വരാം. കലഹം വരാം. മുൻകോപത്തെ നിയന്ത്രിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. വാക്കുകൾ നന്നായിട്ട് ഉപയോഗിക്കാൻ ശ്രമിച്ചാൽ കഴിയും ധനുക്കൂറുകാർക്ക്. ജീവിത പങ്കാളി പൊതുവെ അനുകൂലമൊക്കെ ആയിരിക്കും. എന്നാൽ ദൈവാധീനം വളരെ കുറവാണ്. മക്കളുമായി അഭിപ്രായ വ്യത്യാസം ഉണ്ടാവും. തൊഴിൽ രംഗത്ത് ഒട്ടും അനുകൂലമല്ല. തൊഴിൽ രംഗത്ത് ചില കലഹങ്ങൾ, അഭിപ്രായ വ്യത്യാസങ്ങൾ, ധനനഷ്ടങ്ങളൊക്കെ സംഭവിക്കാൻ കഴിയുന്ന ഒരു സാഹചര്യമാണ്. അപ്പോൾ ജാതകത്തിലെ 10ാം ഭാവം കൂടെ ഒന്ന് പരിശോധിപ്പിച്ചിട്ട് വേണ്ടത് ചെയ്യുന്നത് നന്നായിരിക്കും. ലഹരി പദാർത്ഥങ്ങൾ ഒരു കാരണവശാലും ധനുരാശിക്കാർ ഉപയോഗിക്കരുത്. ലഹരി പദാർത്ഥങ്ങൾ മൂലമുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന ഒരു സമയം ആണ്. മകരം രാശി. മകരം രാശിക്ക് ശുഭകരമായ ദിവസമാണ്. എങ്കിലും അവർക്ക് ആരോഗ്യം അത്ര മേന്മയുള്ള സമയമല്ല. അലസത ഒക്കെ തോന്നും. ഒരു ഐശ്വര്യക്കുറവ് പൊതുവെ അനുഭവപ്പെടാവുന്നൊരു സാധ്യതയുണ്ട്. എങ്കിലും അവർക്ക് പൊതുവേ ചോദിച്ചാൽ ശുഭകരമായ ദിവസമായിരിക്കും. ഒരു പ്രതിരോധ ശക്തി കുറവൊക്കെ ഉണ്ടാവും. എങ്കിലും മനസ്സ് വേണ്ട രീതിയിൽ പ്രവർത്തിക്കും. ബുദ്ധി വേണ്ട രീതിയിൽ പ്രവർത്തിക്കും. മാതൃസ്ഥാനീയർ അനുകൂലമായിരിക്കും. പിതൃസ്ഥാനീയരിൽ നിന്ന് അല്പം പ്രയാസങ്ങളൊക്കെ ഉണ്ടാവും. സഹോദര സ്ഥാനീയർ അനുകൂലമല്ല. ശത്രുക്കൾ മൂലമുള്ള ദോഷങ്ങളൊക്കെ ഉണ്ടാവും. കടബാധ്യത വരാനുള്ളൊരു സാധ്യതയുണ്ട്. മറ്റുള്ളവരുമായിട്ട് കലഹമുണ്ടാകാം. വാക്കുകളെ വളരെയധികം ശ്രദ്ധിച്ചുപയോഗിക്കണം. എങ്കിലും ദൈവാധീനമുണ്ട്. മക്കളും ജീവിത പങ്കാളിയൊക്കെ അനുകൂലമായിരിക്കും. തൊഴിൽ മേഖലയിലും നേട്ടങ്ങൾ ഉണ്ടാക്കാൻ കഴിയും. സാമ്പത്തികമായി ശ്രദ്ധിച്ചാൽ വരവ് കൂട്ടാൻ കഴിയുന്ന ഒരു കാലഘട്ടമാണ്. ഇപ്പോൾ ജാതകത്തിൽ 10ാം ഭാവം കൂടെ അനുകൂലമാണെങ്കിൽ അതുണ്ടാവും. അതുകൊണ്ട് അതൊക്കെ വരവൊക്കെ കൂട്ടി ചെയ്യുന്നതിന് വേണ്ട കാര്യങ്ങൾ തൊഴിൽ മേഖലയിലൊക്കെ വേണ്ടത് നാമജപാതി കാര്യങ്ങളൊക്കെ ആണെങ്കിൽ ആ ദേവതയ്ക്ക് അനുസരിച്ച നാമജപാതി കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ടാണ് ജാതകം പരിശോധിപ്പിക്കേണ്ടത്. അങ്ങനെ ചെയ്യുക. ഫലം നല്ലതായിട്ട് വരാനായിട്ട് ശ്രമിക്കുക. ഇതിനു വേണ്ടിയാണ് ഈ നക്ഷത്ര ഫലങ്ങളൊക്കെ നമ്മളെ സഹായിക്കുന്നത്. ഇനി കുംഭം രാശി. അവിട്ടം അവസാന പകുതി ഭാഗം, ചതയം പൂരുരുട്ടാതി ആദ്യ മുക്കാൽ ഭാഗം. കുംഭം രാശിക്കും ശുഭകരമായ ദിവസമാണ്. ആരോഗ്യ അനുകൂലമാണ്. മനസ്സ് അനുകൂലമാണ്. എല്ലാത്തിലും ഒരു ആത്മവിശ്വാസത്തോടെ കാര്യങ്ങൾ ചെയ്യാനായിട്ട് കഴിയും. അലസതയൊന്നും ഉണ്ടാവില്ല. മനസ്സ് വേണ്ട രീതിയിൽ പ്രവർത്തിക്കും. ബുദ്ധി വേണ്ട രീതിയിൽ പ്രവർത്തിക്കും. മാതൃപിതൃസ്ഥാനീയരും പൊതുവെ അനുകൂലമായിരിക്കും. അഭിപ്രായ സ്ഥിരതയോടുകൂടി കാര്യങ്ങൾ ചെയ്യാനായിട്ട് കഴിയും. സഹോദര സ്ഥാനീയർ അനുകൂലമാണ്. ശത്രുക്കൾ മൂലമുള്ള ദോഷം കുറയുന്ന ഒരു സമയമാണ്. കടബാധ്യതയൊക്കെ കുറയും. അപകടങ്ങൾ ചെറുതായിട്ടൊന്ന് ശ്രദ്ധിക്കണം. ചെറിയ തൊലി പോക്കൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. രക്തം പൊടിയാനൊക്കെ സാധ്യതയുള്ള ഒരു ദിവസമാണ്. അതുകൊണ്ട് അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. ബന്ധുക്കളും സുഹൃത്തുക്കളൊക്കെ അനുകൂലമായിരിക്കും. വിദ്യാർത്ഥികൾക്ക് അനുകൂലമാണ്. ദൈവാധീനം അല്പം കുറവുള്ളൊരു ദിവസമാണ്. അതുകൊണ്ട് നന്നായിട്ട് ദൈവാധീനം ഉണ്ടാക്കാൻ വേണ്ടി പ്രവർത്തിക്കണം. ക്ഷേത്ര ദർശനം നടത്തുക, നാമജപം നടത്തുക തുടങ്ങിയ കാര്യങ്ങളൊക്കെ ചെയ്യണം. തൊഴിൽ മേഖല അത്ര അനുകൂലമല്ല. മക്കളുമായിട്ട് ചില അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാവാം. ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഒരു കാരണവശാലും വീട്ടിലോ തൊഴിൽ മേഖലയിലോ ചെല്ലാൻ കുംഭം രാശിക്കാർ ശ്രദ്ധിക്കരുത്. അങ്ങനെ പോകരുത്. ഒരു കാരണവശാലും അങ്ങനെ പോകരുത്. കാര്യം ദൈവാധീനക്കുറവ് ചിലപ്പോൾ കുടുംബത്തിൽ കലഹങ്ങളോ അഭിപ്രായ വ്യത്യാസങ്ങളോ ഒക്കെ ആയിട്ട് വരാൻ സാധ്യതയുള്ളൊരു ദിവസമായതുകൊണ്ടാണ് ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കരുതെന്ന് പറഞ്ഞത്. തൊഴിൽ മേഖലയിലും പ്രത്യേകം ശ്രദ്ധിക്കാം. ഇനി മീനം. പൂരുരുട്ടാതി അവസാന കാൽഭാഗം, ഉത്തരട്ടാതി രേവതി. മീനം രാശിക്കാർക്കും ഒട്ടും അനുകൂലമല്ല. ദൈവാധീനം ഒട്ടും ഇല്ലാത്ത ദിവസമാണ്. ലഹരി പദാർത്ഥങ്ങൾ ഒരു കാരണവശാലും നിങ്ങൾ ഉപയോഗിക്കരുത്. തൊഴിൽ മേഖലയിൽ ഒട്ടും മേന്മയില്ല. മറ്റുള്ളവരുമായിട്ട് കലഹങ്ങളോ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടാവാം. സഹോദര സ്ഥാനീയരൊന്നും അനുകൂലമല്ല.
വാക്കുകളും ഒക്കെ അനുകൂലമല്ലാത്ത സമയത്ത് വരികയും ഒക്കെ ചെയ്യുന്നത് കൊണ്ട് ചില കലഹങ്ങളുണ്ടാവാം. അപ്പോൾ അതുകൊണ്ട് ഈ വാക്കുകളൊക്കെ മീനരാശിക്കാർ വളരെയധികം ശ്രദ്ധിക്കണം. ഈ കലഹമൊക്കെ ഉണ്ടാവുമെന്ന് പറയുമ്പോൾ അങ്ങനെ എവിടെയെങ്കിലും എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അവിടെ ചെന്ന് എത്തി നോക്കുകയൊന്നും ചെയ്യാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കാം. രാഷ്ട്രീയ നേതാക്കന്മാരൊന്നും അല്ലല്ലോ ഈ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ പോകാനൊന്നും. അങ്ങനെയൊക്കെ ഉള്ളവർക്ക് പോയേ പറ്റൂ. അല്ലാത്തവരൊക്കെ വെറുതെ ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ അവിടെ ചെന്ന് എത്തി നോക്കിയിട്ട് അവിടെയുള്ളവർ പിടിച്ച് ചവിട്ടി ചാവരുത്. കാരണം കഴിഞ്ഞ ദിവസം വാർത്ത കേട്ടില്ലേ, കലഹ പിടിച്ചു മാറ്റാൻ പോയതിനെയാണ് എല്ലാവരും കൂടെ ചവിട്ടി കൂട്ടി കൊന്നത് ഇല്ലേ? ഞാനിത് പറയുന്നത് വേദനയോടെയാണ്. കാരണം നമ്മുടെ സമൂഹത്തിൽ നടക്കുന്നത് കലിയുഗമാണെന്നറിയാം. കലിയുഗത്തിൽ ഇതൊക്കെ സ്വാഭാവികമാണ്. എങ്കിൽ പോലും ഇങ്ങനെയുള്ള സാഹചര്യങ്ങൾ ഉണ്ടാക്കാതിരിക്കാനും കൂടെ ശ്രദ്ധിക്കാം. എന്ന് വെച്ച് തല്ലുകൂടുമ്പോൾ പിടിച്ചു മാറ്റരുത് എന്നല്ല, ഈ ദിവസം നിങ്ങൾക്ക് തല്ലുകൂടുന്നവരെ പിടിച്ചു മാറ്റാൻ അനുകൂലമല്ല എന്നാണ്. അല്ലാണ്ട് ഒരിക്കലും അങ്ങനെ ചെയ്യരുത് എന്നല്ല ഞാൻ ഈ പറഞ്ഞതിനർത്ഥം. ഈ ദിവസം അങ്ങനെ ഒന്നും ചെയ്യാൻ മീനം രാശിക്കാർക്ക് കുറച്ച് നാളത്തേക്ക് അങ്ങനെയുള്ള കാര്യങ്ങളിൽ ഇടപെടാൻ അനുകൂലമായ ദിവസമല്ല. നമ്മളുടെ കാര്യം നോക്കിയിട്ട് വേണം മറ്റുള്ളവരുടെ കാര്യം നോക്കാൻ. നമ്മളുടെ കാര്യം ആദ്യം നോക്കുക, നമ്മളുടെ കുടുംബത്തിൻ്റെ കാര്യം ആദ്യം നോക്കുക. നമ്മളും നമ്മുടെ കുടുംബവും സേഫാണെങ്കിൽ മാത്രമാണ്. പിന്നെ ചെയ്യേണ്ടത് എന്താണ്? നമ്മൾ നമ്മുടെ അയൽവക്കത്തുള്ളവരുടെ കാര്യങ്ങൾ ആദ്യം നോക്കുക. നമ്മളും നമ്മുടെ കുടുംബവും സേഫാണെങ്കിൽ പിന്നെ അയൽവക്കമാണ് പ്രധാനം. അവരെ സേഫാക്കാനും അവർക്ക് വേണ്ടതും ചെയ്യുക. എന്നിട്ടും നമുക്ക് സമയവും സാമ്പത്തിക കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ പുറത്തേക്ക് സേഫാവാൻ നോക്കേണ്ടതുള്ളൂ. അങ്ങനെയാണ് നമ്മൾ ചെയ്യേണ്ടത്. എന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് പുറത്തുള്ളവരെ നമുക്ക് സേഫാക്കാം, നമുക്ക് സഹായിക്കാം. അപ്പോൾ അങ്ങനെ ചെയ്യാനായിട്ട് കഴിയണം. അപ്പോൾ നമ്മളുടെ ശരീരത്തിന് അനുകൂലമല്ലാത്ത ദിവസമാണെങ്കിൽ, നമ്മൾ സേഫ് അല്ലാത്ത ദിവസമാണെങ്കിൽ നമ്മൾ മറ്റുള്ളവരെ സേഫാക്കാൻ പോകരുത്. പ്രത്യേകം ശ്രദ്ധിക്കുക. അതുപോലെ തൊഴിൽ മേഖല ഒരു കാരണവശാലും അനുകൂലമല്ല എന്ന് പറഞ്ഞു. ആരോഗ്യം അനുകൂലമല്ല, മനസ്സ് ഒട്ടും അനുകൂലമല്ല. അനാവശ്യമായ ചിന്തകളാൽ മനസ്സ് പ്രയാസം ഉണ്ടാക്കുന്ന ദിവസമാണ്. അതുകൊണ്ട് മനസ്സിന് അനാവശ്യമായ ചിന്തകളെ കൊടുക്കാതിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. എല്ലാവരെയും ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും നമസ്തേ. ഇതൊന്ന് ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക.